ലേറ്റസ്റ്റ് എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. നമസ്കാരം, ഞാൻ നവീൻ. ഇപ്പോൾ വേണമെങ്കിൽ കേരളത്തിൻ്റെ ഗൾഫ് എന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന പാലക്കാട് നിന്നാണ് വരണത്. സംശയിക്കേണ്ട, ചൂട് 40 കഴിഞ്ഞു, 2 ഒട്ടകത്തിനെ വാങ്ങി വിട്ടോ ഓക്കെയാണ്. അപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഒരു ഇൻഫർമേഷനാണ്. സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാനുള്ളൊരു കോഴ്സ് ഉണ്ട്. നിങ്ങൾ എത്ര പേർക്ക് അറിയാം? സംശയിക്കേണ്ട, ശരിക്കൊരു കോഴ്സ് ഉണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ എൻജിനീയറിങ്. അതായത് നമ്മൾ ഇന്ത്യയിലെ തന്നെ മലയാളം ഉൾപ്പെടെയുള്ള എല്ലാ ഫേമസ് സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരെ എടുത്ത് നോക്കുക. ഇതിൽ മാക്സിമം ആൾക്കാർ എൻജിനീയറിങ് കഴിഞ്ഞ ആൾക്കാരായിരിക്കും. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയെന്നുള്ളത് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടി. നമ്മൾ ഈ ചെറിയ ക്ലാസ്സിൽ ലസാഗു ഉസാഗയൊക്കെ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? എന്ത് കാര്യത്തിന്? അല്ലേ? ഈ ലസാഗുവിൻ്റെ ഉസാഗയുടെ ഒക്കെ വല്യച്ഛനും മുത്തച്ഛനൊക്കെയാണ് ഇതിൻ്റെ സിലബസിലുള്ളത്. ഇതെന്താണ്, ആരാണ്, എങ്ങനെയാണെന്നൊന്നും അറിയാണ്ടാണ് ഒരുപാട് പേര് ഈ എഞ്ചിനീയറിംഗ് പാസ്സാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കോമഡി. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടായിരിക്കും മിക്കവാറും ആളുകൾ ഇങ്ങനെ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവണത് എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ചെയ്യുക, എഞ്ചിനീയറിങ്ങിന് പോയി ചേരുക. ഈ സാധനങ്ങളൊക്കെ എന്താണെന്ന് അറിഞ്ഞു പഠിച്ച എഞ്ചിനീയർ ആവാം, ഇല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ആവും. എന്തായാലും രക്ഷപ്പെടാനുള്ള ചാൻസ്. ഇനി ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ചില പാഠങ്ങൾ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. അതായത് ഞാൻ ചെറുപ്പത്തിൽ നല്ല കുട്ടിയായിരുന്നു, വളരെ നല്ല കുട്ടി. ഇപ്പോഴത്തെ പോലെയൊന്നുമല്ല, വളരെ എന്താ പറയുക, അനുസരണമുള്ളൊരു കുട്ടി. ക്ലാസ്സിലൊക്കെ കറക്റ്റായിട്ട് പോവും, ആര് പറഞ്ഞാലും അനുസരിക്കും. അതായത് നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് വാങ്ങണം, അതിന് വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ഞാൻ പാലക്കാടാണല്ലോ. അപ്പോൾ ഒരു സാധാരണ പാലക്കാടുകാരനോട് എന്നെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, എന്താ അല്ലേ ചെക്കൻ, അവൻ സ്വത്ത് കട്ട, ഇങ്ങനത്തെ ചെക്കന്മാരെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഭയങ്കരമായിട്ട് പറയും. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഇവൻ വീടിനടുത്ത് തന്നെയാണ്, അത്യാവശ്യം നല്ല കുരുത്തക്കേടാണ്. ഇവനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ, ഈ വെതറുകടിയനെ കൊണ്ട് ഒരു നിവൃത്തിയില്ല, ഇവനെ കണ്ട അന്നത്തെ ദിവസം അങ്ങോട്ട് പോവാണ്, ഇവ ഒരിക്കൽ നന്നാവില്ല എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ അവൻ ഇന്ന് 7 ലക്ഷം രൂപ വാങ്ങിയിട്ട് UK ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവനെ പറ്റിയിട്ട് ഇതേ നാട്ടുകാരനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയും, എനിക്കറിയാം, അവൻ അന്നും അതെ ആക്റ്റീവാണ്, അവൻ്റെ അടുത്തൊരു ഫയർ ഉണ്ട്, ഇവൻ അന്നേ നന്നാവുമെന്ന് എനിക്കറിയില്ലേ. അപ്പോൾ എൻ്റെ ഒരു സംശയം, ഞാൻ ചോദിച്ചു, അന്ന് നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയ ആളാണല്ലോ ഞാൻ. അപ്പം ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറഞ്ഞേ, നീ എന്താണ്ടാ, അന്നും അതെ ഒരു ഭാഗത്ത് വെച്ച് അങ്ങനെ ഇരിക്കും, ഒരു പഴം. അപ്പം അന്നത്തെ കുരുത്തം കെട്ടവൻ ഇന്നത്തെ ആക്റ്റീവും, അന്നത്തെ നല്ല കുട്ടി ഇന്നത്തെ പഴവും. അപ്പം നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി നമ്മൾ ജീവിക്കരുത്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക. ഇതാണ് പാഠം നമ്പർ 1. നാട്ടുകാർ കഴിഞ്ഞ് ഇനി കൂട്ടുകാരിലേക്ക് പോവാം. എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാരാണ്. അതായത് ഒരു സമയത്ത് എന്നെ പൊന്നുപോലെ നോക്കിയിരുന്ന ആളുകളാണ് എൻ്റെ കൂട്ടുകാർ. അത് ഞാൻ വെള്ളം അടിക്കാത്ത എന്നെ ഇവരുടെ വെള്ളമടി കമ്പനിയിൽ കൊണ്ടിരുത്തും, ഒരാവശ്യമില്ല, വെറുതെ. അതുപോലെ ഈ ടൂറൊക്കെ പോകുമ്പോൾ ഇവന്മാർ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് എന്നെ കൊണ്ടുപോകും. അങ്ങനെ എല്ലാ കാര്യത്തിനും ഞാനില്ലാത്തൊരു പരിപാടി അവർക്കില്ല. പിന്നെയാണ് ഇതിൻ്റെ ടെക്നിക്ക് എനിക്ക് മനസ്സിലായത്. അതായത് ഈ ടൂറൊക്കെ പോണ സമയത്ത് വെള്ളമടിക്കാത്തൊരു ഡ്രൈവറെ കിട്ടും അവർക്ക് ഫ്രീ ആയിട്ട്. പിന്നെ രണ്ടാമത്തത്, ഈ കുപ്പി എന്നെ ധൈര്യമായിട്ട് ഏൽപ്പിക്കുക. ഞാൻ ഈ പട്ടിയുടെ കയ്യിൽ പുതിയ തേങ്ങ കിട്ടിയ പോലെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കും. വേറെ വല്ലതാണെങ്കിൽ ഇത് പൊട്ടിച്ച് അടിച്ചുകൊണ്ട് നടക്കും. അപ്പോൾ അതിന്ന് പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാവശ്യമില്ലാണ്ട് ഒരുത്തനും നമ്മളെ പൊക്കിക്കൊണ്ട് നടക്കില്ല. അപ്പോൾ ആരെങ്കിലും നമ്മളെ ആവശ്യമില്ലാതെ പുകഴ്ത്ത് കണക്ക് മനസ്സിലാക്കുക, അതിൻ്റെ പുറകിൽ എന്തോ ഒരു പണി വരുന്നുണ്ട്. പക്ഷേ ഈ കൂട്ടുകാർ എന്നെ സ്ഥിരമായിട്ട് വിളിച്ചിരുന്ന ആളുകളാണ്. ഇതിൻ്റെ ഇടയിൽ ഇവരെന്നെ വിളിയൊന്ന് കുറഞ്ഞു, വിളിയുടെ ഒരു ഡ്യൂറേഷൻ കുറഞ്ഞു വന്നു. അപ്പോൾ എന്താ സംഭവം എന്നറിയാതെ ഞാൻ ഒരുത്തനോട് ചോദിച്ചു, എന്താടാ ശരിക്കും പ്രശ്നം എന്താണ്, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? വേറെ ഒന്നുമില്ലടാ, നിന്നെ വിളിച്ചു കഴിഞ്ഞാൽ ടച്ചിങ്സ് തികയില്ല എന്ന്. സത്യമാണ്. ഇവന്മാർ ഒരു പെഗിൻ്റെ പകുതി കഴിക്കുമ്പോൾ ഞാൻ ടച്ചിങ്സിൻ്റെ മുക്കാലും കഴിച്ചിട്ടുണ്ടാവും. ഇവന്മാർ ആ പെഗ് ഫിനിഷ് ചെയ്യാൻ തൊട്ട് പോകുമ്പോൾ ഞാൻ ഈ ടച്ചിങ്സ് മുഴുവൻ എടുത്ത് തിന്നിട്ട് അവരൊഴിക്കാൻ വെച്ചിരിക്കുന്ന പെപ്സിയും 7-Up വരെ എടുത്ത് കുടിക്കും. അപ്പോൾ എന്തായാലും എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ കൂട്ടുകാരെന്നെ ഒഴിവാക്കിയതിനല്ല, അതായത് ഇവരെ ഞാൻ വിഷമിപ്പിച്ചില്ലേ. അപ്പോൾ ആ ഒരു വിഷമത്തിന് വേണ്ടി എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടല്ല, ഇപ്പോഴും ഞാൻ പറയണു, ആണയിട്ട് പറയുന്നു, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ വെള്ളമടി തുടങ്ങി. അതിനുശേഷം ഇപ്പോൾ അവരെന്നെ തീരെ വിളിക്കാറില്ല, കാരണം അവർക്കിപ്പോൾ ടച്ചിങ്സും മദ്യവും തികയുന്നില്ല. അപ്പോൾ ഈ കൂട്ടുകാരെന്നെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ ഉളുപ്പില്ലാതെ കയറി ചെല്ലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൗഹൃദത്തിൻ്റെ വില അറിയാം. സൗഹൃദം എന്ന് പറഞ്ഞാൽ മഹാ ഒരു സംഭവമാണ്. അതായത് സിനിമ എടുത്തു നോക്കാം, നമ്മൾക്ക് ഇഷ്ടമുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ 80കളിലെ സിനിമയിലേക്ക് സൗഹൃദത്തിന് ഒരു പാട്ടുണ്ട്, ഏതാ, ഏ ദോസ്തി ഹം നഹീ ചോടേങ്കേ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി 90കളിൽ എത്തുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നപ്പോൾ എന്താ പറയുക, പുലരിക്കിണ്ണം പൊന്നിൽ മുക്കിയതാരാണ്, ഇത് വന്നു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാറ്റാടി തണലും തണലത്തൊരു ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ലവ് സോങ് വരെ ഫ്രണ്ട്ഷിപ്പിൻ്റെ സോങ് ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ തമിഴ്നാട്ടുകാർ മഞ്ജുമോൾ ബോയ്സും സ്നേഹത്തോടെ വിളിക്കുന്ന നമ്മുടെ സ്വന്തം മഞ്ഞമ്മൽ ബോയ്സ്.
അല്ലേ? അതിൽ അവർ ലവ് സോങ് ഒക്കെ എടുത്തിട്ട് നേരെ ഇതാക്കി. ഏതാ പാട്ട്? ഉണ്ടാന കായമിന്ന് തന്നാലെ മാറിപ്പോകും മായമിന്ന് ഉന്മാനേ ഉന്മാനേ. ഇത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. ഞാൻ ഈ സിനിമ കാണാനുണ്ടായ സാഹചര്യം, ഈ മഞ്ഞുമൽ ബോയ്സ് ഒക്കെ റിലീസായ ഒരു സമയത്ത് ഞാൻ പെട്ടെന്നൊന്നും തിയേറ്ററിൽ പോയി സിനിമ കാണില്ല. പക്ഷേ എൻ്റെ തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ഫ്രണ്ട് വിളിച്ചു, മച്ചാ അന്ത പടം പാത്തടാ, സൂപ്പർ പടം, സെമ്മ പടം. അപ്പം ഞാൻ എന്താ പടമാടാ? മഞ്ജു മേൽസ് ബോയ്സ് എന്ന്. അപ്പം ഈ മഞ്ജുവിൻ്റെ മേൽ ബോയ്സ് ഇത് ഏപ്പടമാണ്. ഈ ഒരു പ്രതീക്ഷ വെച്ചിട്ടാണ് ഞാൻ ഈ സിനിമയ്ക്ക് സത്യത്തിൽ കയറിയത്. പക്ഷേ എൻ്റെ പ്രതീക്ഷ ഒന്നും ഏറ്റില്ല. എന്നാലും പടം വേറെ ലെവൽ, സൗഹൃദത്തിൻ്റെ ഒരു ബലം അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഹാങ് ഓവറിൽ ഞാൻ പുറത്തിറങ്ങിയ ഉടനെ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു, മുത്തേ നോക്കണ്ട. അതായത് ഈ ലവ് സോങ് എടുത്തിട്ട് ഫ്രണ്ട്ഷിപ്പിന് എടുക്കാൻ പറ്റുമെങ്കിൽ ലവറെ വിളിക്കുന്ന സാധനം ഫ്രണ്ടിനെ വിളിക്കാമല്ലോ. അപ്പം അങ്ങനെ വിളിച്ചു, മുത്തേ. അപ്പം അവിടെ നിന്ന് എന്തിട്ടു ആടാ, സ്വാഭാവികം ഫ്രണ്ടാണ്, അങ്ങനെയൊക്കെ സംസാരിക്കുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, എടാ നമുക്ക് നമ്മുടെ ഗുണ കേവിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചാലോ. അപ്പം അവിടെ നിന്ന് ഫാ ടു 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 ടൂട്ടുവിൻ്റെ പെരുമഴ. അവനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതായത് ഒരു മാസം മുമ്പ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു, ഊട്ടിയിലേക്കായിരുന്നു. അന്ന് ഞാനെന്തോ അവന്മാരെ അടിക്കാൻ വെച്ച സാധനം എടുത്തിട്ട് അടിച്ചു എന്നോ, റിസപ്ഷനിസ്റ്റിൻ്റെ അടുത്ത് എന്തോ വേണ്ടാതീനം കാണിച്ചു എന്നോ, പിന്നെ തമിഴന്മാർ ചോദിക്കാൻ വന്നപ്പോൾ അവന്മാരായിട്ട് അടി ഉണ്ടാക്കിയെന്നോ, പോലീസ് വന്നപ്പോൾ ഞാൻ ഏതോ പാണ്ടിലോറി കയറി കേരളത്തേക്ക് വന്നു, ഇവന്മാരെ പോലീസ് പിടിച്ചോന്നൊക്കെ പറയണ കേട്ടോ. സത്യത്തിൽ എനിക്കറിയില്ല, ഞാൻ ഫിറ്റായി പോയല്ലോ. അപ്പോൾ ഇതൊന്നും ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര നല്ല ഫ്രണ്ട് ആയിക്കോട്ടെ, അവന്മാർക്കൊരു പരിധി വിട്ട് പണി കൊടുത്തു കഴിഞ്ഞാൽ അവന്മാരെ നമ്മളെ അടുത്ത് പുറത്ത് കളയും. പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്താലും, എന്തൊക്കെ കുരുത്തക്കേട് ചെയ്താലും, നമ്മുടെ എല്ലാ കുരുത്തക്കേടിനും സഹിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന 2 പേരുണ്ട്. ആരാ? നമ്മുടെ അച്ഛനും അമ്മയും, അല്ലേ? എൻ്റെ ഈ ഊട്ടി കഥ പുറത്തായി കഴിഞ്ഞാൽ മിക്കവരും അവർ എന്നെ പുറത്താക്കും. താങ്ക് യു. നവീൻ വളരെ വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. കൂളായിട്ട്, കാഷ്വലായിട്ട്, വളരെ കോൺഫിഡന്റ് ആയിട്ട്, രസകരമായിട്ട് പ്രസന്റ് ചെയ്തു. സൂപ്പർ. ചേട്ടാ നവീനെ, നിങ്ങളെല്ലാം ഇവിടുന്ന് ഈ പോയതാണല്ലോ ഒരു റൗണ്ട് പെർഫോമൻസ് കഴിഞ്ഞത്. നിങ്ങൾ ഇത് കഴിഞ്ഞ് എന്തോ നീ സ്റ്റാൻഡപ്പ് പറഞ്ഞ പോലെ എന്തോ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എല്ലാവരും വളരെ ഗംഭീരമായ തിരിച്ചുവരവുകളാണ് നടത്തുന്നത്. അന്നത്തെ ആളെയല്ല വരുമ്പം വളരെ കാഷ്വൽ ആണ്, വളരെ ടെൻഷൻ ഫ്രീ ആണ്, നല്ല സ്ക്രിപ്റ്റ് ആണ്, നല്ല ടൈമിംഗ് ആണ്, നല്ല മോഡുലേഷൻ ആണ്. അത്യാവശ്യം നല്ല ഗംഭീര പ്രകടനമായിരുന്നു. സൂപ്പറായി കേട്ടാ. നവീനെ, ശരിക്കും ഒരു അധ്യാപകൻ നിന്ന് കുട്ടികൾ ക്ലാസ് എടുക്കുന്ന പോലെ ഉള്ള ഫീലായിരുന്നു. കാരണം നവീൻ അവിടെ നിന്ന് ക്ലാസ് എടുക്കുന്നു, ഞങ്ങൾ കുട്ടികളെ ഇവിടെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ രസകരമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഈ പറഞ്ഞ പോലെ എല്ലാം കറക്റ്റായിട്ടുള്ള കൗണ്ടറുകളൊക്കെ പറഞ്ഞു. പിന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ബലത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നല്ല പെർഫെക്റ്റായിട്ട് പോയി എന്നുള്ളതാണ്. അതിനകത്ത് വേറെ ഒഴുക്കൊന്നും വന്നില്ല. പിന്നെ വേറെ ഇപ്പം എന്താണ് ചെയ്യുന്നത് ആക്ച്വലി? ഇത് കൂടാതെ മിമിക്രി ആർട്ടിസ്റ്റ് തന്നെയാണ്. അത്യാവശ്യം പാട്ട് അല്ല. ഓക്കെ. അല്ല, എഞ്ചിനീയറിംഗ് അല്ല, ഞാൻ ഡിപ്ലോമ കഴിഞ്ഞതാണ്, എഞ്ചിനീയറിംഗിലേക്ക് എത്തിയില്ല. ഡിപ്ലോമ കഴിഞ്ഞാണ്. പിന്നെ നേരത്തെ പറഞ്ഞ അവസ്ഥ ആയതുകൊണ്ട് അല്ല, ഒരു കാര്യം സത്യം ഉണ്ടതിൽ അല്ലേ? കൂടുതലും കാര്യം എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ് ഇപ്പോൾ കൂടുതലും ഈ സ്റ്റാൻഡപ്പ് കോമഡികൾ ഒരുപാട് നമ്മൾ യൂട്യൂബ് ചാനൽ നോക്കി അറിയാൻ പറ്റും. എന്താണ് അതിനകത്ത് വല്ല രഹസ്യം ഉണ്ടോ അങ്ങനെ ചെയ്യുന്നതിനകത്ത് വല്ലോ? അറിയില്ല, മിക്കവാറും വേറെ പണി കിട്ടത്തോട്ട് എന്റെ ഒരു അവസ്ഥ വെച്ച് ഞാൻ പറയാം. വേറെ മേഖലകളിലേക്ക് മാറുന്നവർ ഒരുപാട് പേരുണ്ട്, സിനിമയിലേക്കും ഒക്കെ വന്നവർ ഒരുപാട് പേര്. അല്ല, ഞാൻ പറഞ്ഞ സിനിമയുള്ളവരല്ല, ഇപ്പൊ നിവിനും അജു ഇവരെല്ലാവരും ഒരു ബാച്ചിലായിരുന്നു. ഒരുപാട് പേരുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ഗുണ്ടാപ്പണി ഇല്ലാത്തപ്പോ ഗുണ്ടകൾ എന്തെടുക്കുന്നതിനെ പറ്റി നീ ഏതെങ്കിലും മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടോ? നല്ല ഐഡിയ ഉണ്ടോ? ഗുണ്ടാപ്പണി ഇല്ലാത്തപ്പോ ശരിക്കും പറഞ്ഞ ഈ കള്ളുപിടിക്കാൻ പോലും കാശില്ലാണ്ട് കട്ടൻ ചായയും പരിപ്പുവടയും തിന്നിട്ട് നല്ല മഴയത്ത് യേശുദാസിന്റെ പാട്ട് കേട്ടിങ്ങനെ ഇരിക്കാനാണ് ഗുണ്ടകളൊക്കെ ചെയ്യുക. അപ്പൊ അതുപോലത്തെ ഒരു അനുഭൂതിയായിരുന്നു നിങ്ങൾ അവതരിപ്പിച്ചപ്പോൾ. നല്ല നനുത്ത ശബ്ദം. അങ്ങനെ ആ നനുത്ത ശബ്ദത്തിനുള്ളിലൂടെ വളരെ സരസമായിട്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ഫീലിൽ ഇങ്ങനെ കേട്ടിരുന്നു. പക്ഷെ എൻ്റെ ഗുരുനാഥൻ, ഗുണ്ടകൾക്കൊക്കെ ഗുരുനാഥന്മാരുണ്ടാവല്ലോ, എൻ്റെ ഗുരുനാഥൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, എടാ നീ മനുഷ്യനാവണം. അപ്പം ഞാൻ ചോദിച്ചു, ഇപ്പം എന്താ മൃഗമാണോ? അല്ല, നിൻ്റെ കാട്ടാള സ്വഭാവമല്ല ഞാൻ പറഞ്ഞത്, നീ ഒരു മനുഷ്യനാവണം. അപ്പോൾ പുള്ളി എപ്പോഴും ഇങ്ങനെ മനുഷ്യനാവണം എന്ന് പറയുമ്പോൾ ഞാനിതെന്താണ് ആലോചിച്ചു. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് ഒരു ദിവസം സത്യം പറഞ്ഞു, നീ 2 അടിക്കണം, അപ്പോഴേ നീ മനുഷ്യനാവുള്ളൂ. അപ്പം ഞാൻ ബോസിൻ്റെ അടുത്ത് ചോദിച്ചു, എൻ്റെ അടിയിൽ എഴുതി കാണിക്കണുണ്ടോ നിയമപ്രകാരമായ മുന്നറിയിപ്പ്. അപ്പം ഞാൻ ബോസിൻ്റെ അടുത്ത് ചോദിച്ചു, ബോസേ അതെന്താണ് വെള്ളമടിച്ചാലോണോ മനുഷ്യനാവണം? അപ്പം അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയാമോ, വെള്ളമടിക്കുന്നത് വരെ മനുഷ്യരെല്ലാവരും മുഖം മൂടി ഇട്ടിട്ടാണ് നടക്കുന്നത്. ഞാൻ ഗുണ്ട രാഹുലിൻ്റെ മുഖം മൂടി, നിങ്ങളുടെ മുഖം മൂടി, ഡയാനയ്ക്ക് ഡയാനയുടെ മുഖം മൂടിയാണ്. 2 വിട്ട് കഴിയുമ്പോൾ ഈ മുഖം മൂടിയൊക്കെ അങ്ങ് പോകും.
പിന്നെ യഥാർത്ഥ മനുഷ്യൻ പുറത്തേക്ക് വരും. അതിനകത്തായിരിക്കും ചിലപ്പോൾ കരയുന്ന ആൾക്കാരുണ്ടാവും, വെള്ളമടിച്ച് ചിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ദുഃഖങ്ങൾ പറയുന്ന ആൾക്കാരുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വെള്ളമടി അത്ര നല്ല സംഭവമൊന്നുമല്ല. പക്ഷെ വെള്ളമടിക്കുന്നവരെ വീട്ടിൽ കയറ്റാം, നല്ല മിടുക്കന്മാരായിരിക്കും. ഇപ്പൊ വെള്ളം അടിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം. ഞങ്ങൾക്ക് തരാതെ നിങ്ങൾ മാത്രം ഇത് എവിടുന്ന, നിങ്ങൾക്ക് മാത്രമേ ഫ്ലോറിൽ എവിടുന്ന സാധനം കിട്ടിയത്. ഇത്ര നേരം ഈ സംസാരം ഇല്ലായിരുന്നല്ലോ. അതായത് വളരെ സിമ്പിൾ ആണത്. അതായത് ഒരുപാട് പേര് പറയാറുണ്ട് ഈ കള്ള് കുടിച്ച് കഴിയുമ്പോൾ പലരുടെയും സ്വഭാവം മാറും, വേറെ സ്വഭാവം അലമ്പാവും എന്നൊക്കെ ഉള്ളത്. ശരിക്കും കള്ള് കുടിച്ചു കഴിഞ്ഞ് വരുന്നതാണ് ശരിക്കും സ്വഭാവം. അതെ. ബാക്കിയുള്ള സമയത്താണ് അവൻ മാറി നടക്കുന്നത്. അവന് സാമൂഹ്യ ബോധമുണ്ട്, അവിടെ പോയ പിന്നത് പറഞ്ഞാൽ കുഴപ്പമുണ്ടാകുന്നുള്ള ചിന്തകളുണ്ട്, കാര്യങ്ങളുണ്ട്. ഇവർ കൃത്യമായി അല്ലാതെ നടക്കും. ഇത് അടിച്ചു കഴിയുമ്പോൾ പിന്നെ പുള്ളിക്ക് ഒരു കൺട്രോളും ഇല്ല, പുള്ളിയുടെ കയ്യിലുള്ള സ്വഭാവം പുറത്തേക്ക് വരും. തിരിച്ചാണ്, അത്രേ ഉള്ളൂ. ഗംഭീരമായി, തത്വം ഗംഭീരമായി. അപ്പൊ ഈ തത്വങ്ങളും പറയാനും ഗുണ്ടകൾക്ക് അറിയാമെന്ന് മനസ്സിലായില്ലേ? ആ തത്വഗുണ്ട, തത്വഗുണ്ട എന്ന് നിങ്ങൾ അറിയപ്പെടും. ഇതിങ്ങനെ പറഞ്ഞു വരുന്ന അവസാനം ഞാൻ ചത്ത കൊണ്ടായി പോകുന്നതാണ് പേടി. നവീനെ എന്തെങ്കിലും പുതിയ മിമിക്രി പരീക്ഷണങ്ങള് ചെയ്തിരുന്നോ? പുതിയ ശബ്ദങ്ങൾ അങ്ങനെ എന്തെങ്കിലും പുറത്തൊക്കെ എടുക്കാനുണ്ടോ? ഇപ്പോ മഞ്ഞുമൽ ബോയ്സിലെ കൺമണി അൻപോട് കാതലൻ അതിന്റെ 2 വോയിസും ചെയ്യാറുണ്ട്. നവീനെ അപ്പോ 2 മിമിക്രി എടുക്കാൻ പറഞ്ഞാല് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് നമ്മുടെ സൗബിൻ സാഹിർ, വിനയ് ഫോർട്ട് ആയിക്കോട്ടെ. ശരി ശരി. ഒരു കോമ്പിനേഷൻ. പിന്നെ പൊളിക്കും. പ്രേമത്തിലെ ഒരു ഡയലോഗാണ്, ക്യാൻറ്റീനിൽ വെച്ചുള്ള ഡയലോഗാണ്. സാർക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇല്ല, എന്താണ് സാറ് പ്രശ്നം? സാറിന്റെ തലയിൽ മുടിയില്ല സാറേ. സാർക്ക് ഇന്നലെ തലയിൽ മുടി, സാറ് തലയിൽ മുടി കരണ്ടേമ്പിൽ കാക്കി തുടങ്ങിണ്ടാവും. അല്ല സാറേ, കുറച്ചുകൂടെ സിമ്പിൾ സ്റ്റെപ്പ് ഉണ്ടാവോ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ? സിമ്പിൾ സ്റ്റെപ്പ് ഇല്ല സാർ, സിമ്പിൾ സ്റ്റെപ്പ് ഇല്ല. അല്ല സാർ എന്താണ് അവനോട് പറയാൻ പോണത്? നാനുണ്ണായി കാതലിക്കറ്. അവളോട് പറഞ്ഞായിരുന്നാ? ഇല്ല, പറഞ്ഞില്ല. പറയണ്ട, മുഖത്ത് തുപ്പും. ഇതുപോലെ വേറെ എന്തെങ്കിലും കോംബോ ഉണ്ടോ? ഇത് അടിപൊളി കോംബോ ആയിരുന്നു കേട്ടോ. പിന്നെ സ്ഥിരം ചെയ്യുന്ന എന്തെങ്കിലും കോംബോ വളരെ കുറവാണ് ഇപ്പൊ ചെയ്യണത്. ശരി, ഓക്കെ. എനിവേ ഇത് ഗംഭീരമായി കേട്ടോ, ഗംഭീരമായി. സ്റ്റാൻഡപ്പും ഗംഭീരമായി, മിമിക്രി അടിപൊളിയായി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Once Upon a Timeന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡുകൾ മറക്കാതെ കാണാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ രമേശ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്.